My dear students, in this video, we will discuss the stereochemistry of SN1 and SN2 reactions. Actually, this class will be uploaded as two videos, namely part 1 and part 2. Part 1 will be the stereochemistry of SN1 reaction, and part 2 will be uploaded as the stereochemistry of SN2 reaction. In this video, we will be discussing, this is the part 1 video, and we will be discussing the stereochemistry of SN1 reactions. Stereochemistry of nucleophilic substitution reactions. നമുക്കറിയാം അലിഫാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ഒരു സ്റ്റീരിയോജെനിക് സെന്റർ ഉണ്ടാവും. എന്താണ് സ്റ്റീരിയോജെനിക് സെന്റർ എന്ന് പറഞ്ഞാൽ? എ സെന്റർ വിച്ച് ക്യാൻ ജനറേറ്റ് എ സ്റ്റീരിയോ ഐസോമർ. അപ്പോൾ ആ സ്റ്റീരിയോജെനിക് സെന്ററിൽ ന്യൂക്ലിയോഫൈൽ പോയി അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ 3 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കാം, അതല്ലെങ്കിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ നടക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈക്വൽ സാധ്യതകൾ. അതിനെയാണ് നമ്മൾ റസമൈസേഷൻ എന്ന് വിളിക്കുക. റസമൈസേഷൻ ഓഫ് ദി കോൺഫിഗറേഷൻ ഓഫ് ദി അസിമെട്രിക് കാർബൺ ആറ്റം. ഈ 3 സാധ്യതകളാണ് അലിഫാറ്റിക് SN റിയാക്ഷൻസിൽ പൊതുവെ നടക്കുന്നത്. ഇതിനെ നമ്മൾക്കൊന്ന് വിശദമായി കണ്ടാൽ, എന്താണ് ഇൻവേർഷൻ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അത് ആലിഫാറ്റിക് സബ്സ്ട്രേറ്റ് ആണ്. ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ടെട്രാഹീഡ്രലി സറൗണ്ടഡ് ബൈ 4 ഗ്രൂപ്പ്സ് ആൻഡ് L ഈസ് ദ ലീവിംഗ് ഗ്രൂപ്പ്. ഇവിടെ L ലീവ് ചെയ്യുന്ന സമയത്ത് തന്നെ ന്യൂക്ലിയോഫൈലിന് ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ L ഓക്കുപ്പൈ ചെയ്യുന്ന പൊസിഷൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനായിരിക്കും ന്യൂക്ലിയോഫൈല് പൊസസ് ചെയ്യുക. L റിയാക്ടൻറ്റിൽ ഉണ്ടായിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇപ്പോൾ ന്യൂക്ലിയോഫൈൽ ഉണ്ടാകുക. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദാറ്റ് ഇത് ഒരു S ഐസോമർ ആയിരുന്നുവെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരു R ഐസോമറായി മാറും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജനറലായിട്ട് പറഞ്ഞാൽ S ലൈക്ക് ആണെങ്കിൽ ഇതൊരു R ലൈക്ക് ഐസോമറായിട്ട് മാറും. ഇനി ഇതൊരു R ലൈക്ക് ഐസോമർ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു S ലൈക്ക് ഐസോമറായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് ദി പ്രോഡക്റ്റ് ഹാസ് ദ ഓപ്പോസിറ്റ് സ്റ്റീരിയോ കെമിസ്ട്രി ആസ് ദാറ്റ് ഓഫ് ദി സബ്സ്ട്രേറ്റ്. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്താണ്? റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. L ഇവിടുന്ന് ലീവ് ചെയ്യുന്നു, ബിക്കോസ് L ഈസ് ദ ലീവിംഗ് ഗ്രൂപ്പ്. L ലീവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലൂടെ നമ്മുടെ ന്യൂക്ലിയോഫൈലിന് വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ L ഒക്കുപ്പൈ ചെയ്തിരുന്ന അതേ പൊസിഷനിൽ ന്യൂക്ലിയോഫൈൽ ഒക്കുപ്പൈ ചെയ്യുന്നു. മീൻസ് ദ പ്രോഡക്റ്റ് ഹാസ് ദ സെയിം സ്റ്റീരിയോകെമിസ്ട്രി ആസ് ദാറ്റ് ഓഫ് ദ റിയാക്ടൻറ്റ്. അതായത് ഇത് ഒരു S ലൈക്ക് ആണെങ്കിൽ, അതായത് ഒരു S ഐസോമർ ആണെങ്കിൽ, നമ്മളിവിടെ S ലൈക്ക് എന്ന് ജനറലായിട്ട് പറയുന്നേ ഉള്ളൂ, ഇത് എന്തായിരിക്കും? S ലൈക്ക് ആയിരിക്കും. ഇനി ഇതൊരു R ലൈക്ക് ആണെങ്കിൽ ഇതും ഒരു R ലൈക്ക് ആയിരിക്കും. അതായത് ദി പ്രോഡക്റ്റ് ഹാസ് ദ സെയിം സ്റ്റീരിയോ കെമിസ്ട്രി ആസ് ദാറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും പോസിബിലിറ്റി ഇത് ഈക്വലായിട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് റസമൈസേഷൻ. 50% വിത്ത് ഇൻവേർഷൻ ആൻഡ് 50% വിത്ത് റിട്ടൻഷൻ. അങ്ങനെ ഈക്വൽ 1:1 പ്രപ്പോർഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റസമൈസേഷൻ എന്ന് വിളിക്കും. So the റസമൈസേഷൻ refers to the equal amounts of both retention and inversion. ഇനി നമ്മൾക്ക് സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് SN1 റിയാക്ഷൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ആലിഫാറ്റിക് SN1 റിയാക്ഷനിൽ റിയാക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ആലിഫാറ്റിക് കാർബൺ ആറ്റം ആയതുകൊണ്ട് തന്നെ അതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആയിരിക്കും. ഇനി റിയാക്ഷൻ മെക്കാനിസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദി ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരുന്നു, ദാറ്റ് ഇൻവോൾവ്സ് ദി ഫോർമേഷൻ ഓർ ദി ജനറേഷൻ ഓഫ് എ കാർബോകാറ്റയോൺ.
കാർബോകാറ്റയോണിലെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡും ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ SN1 റിയാക്ഷനിൽ കണ്ടത്. ഇതായിരുന്നു പിക്ചർ. ഒരു സ്ലോ സ്റ്റെപ്പിൽ വളരെ സ്ലോ ആയിട്ട് ലീവിങ് ഗ്രൂപ്പ് ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നു. അതായത് ഇവിടുന്ന് ലീവിങ് ഗ്രൂപ്പ് ലീവ് ചെയ്ത് പോയിട്ട് നമുക്ക് ഒരു കാർബോകാറ്റയോൺ കിട്ടുന്നു. ഈ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കാർബൺ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് വരിക. ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേസമയത്ത് നമ്മുടെ റിയാക്ടന്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിലെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിട്ട് മാറുന്നു. And this positively charged carbocation, it is having a planar structure. ഇതിന് sp2 ഹൈബ്രിഡൈസേഷൻ ഉള്ളത് കൊണ്ട് ഇത് ഒരു പ്ലെയിനാർ ആയിട്ടുള്ളത് ഒരു സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ പ്ലെയിനാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാർബോകാറ്റയോണിനെ നമുക്ക് ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ എടുത്ത് വെക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോഫൈലിന് രണ്ട് വിധത്തിൽ അറ്റാക്ക് ചെയ്യാം. ഒന്നെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം. ഇതാണ് പിക്ചർ. ഇനി ഈ കാർബോകാറ്റയോൺ നമ്മൾ സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ പ്ലെയിനാർ സ്ട്രക്ചർ ഓഫ് ദ കാർബോകാറ്റയോൺ അലൗസ് ദ ന്യൂക്ലിയോഫൈൽ ടു അറ്റാക്ക് ഫ്രം ഈതർ സൈഡ് ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഉള്ള കോൺസിക്വൻസ് എന്താണ്? 50-50 ചാൻസ് ആയതുകൊണ്ട് ദ SN1 റിയാക്ഷൻ പ്രൊഡ്യൂസസ് എ റസമിക് മിക്സ്ചർ. അപ്പോൾ ഒരു വശത്തുകൂടെ അറ്റാക്ക് ചെയ്ത് നമുക്ക് ഒരു D ഐസോമർ കിട്ടുകയാണെങ്കിൽ അടുത്ത വശത്തുകൂടെ അറ്റാക്ക് ചെയ്ത് നമുക്കൊരു L ഐസോമർ കിട്ടും. ഇത് രണ്ട് 50-50 ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മിക്സർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റസമൈസേഷൻ. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്ട്സിനെ വിളിക്കുന്നു റസമിക് പ്രോഡക്റ്റ്. Thus an SN1 reaction produces a racemic product. Now we will see an example. ഇവിടെ നമുക്ക് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഇവിടെ നമ്പറിങ് ഇട്ടിട്ടുണ്ട് 1, 2, 3, 4. അത് ശരിക്കും പറഞ്ഞാൽ ആറ്റങ്ങളുടെ നമ്പറിംഗ് ആണ് ആൻഡ് നോട്ട് യുവർ പ്രയോറിറ്റി നമ്പർ ഇൻ ദ സ്റ്റീരിയോ ഐസോമർ. പക്ഷെ നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോ ഐസോമറിസം ഒന്ന് നോക്കാം. ബോൺസ്, ഒരു ലൈൻ ബോണ്ടിലേക്ക് ബ്രോമിൻ, അടുത്ത ലൈൻ ബോണ്ടിലേക്ക് CH2 CH3 ഈഥൈൽ ഗ്രൂപ്പ്, അടുത്ത ഒരു വെഡ്ജ്ഡ് ബോണ്ട് അതിലേക്ക് ഹൈഡ്രജൻ, ഒരു ഡാഷ്ഡ് ബോണ്ട് അതിലേക്ക് CH3. ഈ ഡാഷ്ഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു 3D സ്ട്രക്ചറാണ്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഈ മോളിക്യൂളിനെ വ്യൂ ചെയ്യുന്നത് കാണുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് മോളിക്യൂളിനെ നോക്കി കാണേണ്ടത് എന്നാണ് പറയുക. കാരണം നമ്മുടെ ഈ ഡാഷ്ഡ് ബോണ്ട് എന്നുള്ളത് ദാറ്റ് ഷുഡ് ബി എവേ ഫ്രം അസ്, നമ്മളിൽ നിന്ന് അത് അകലെ ആയിരിക്കണം. അതായത് ഈ സ്ക്രീനിനെ നിങ്ങൾ ഒരു പ്ലെയിൻ ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഈ ഹൈഡ്രജൻ. വെഡ്ജ്ഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബവ് ദ സ്ക്രീൻ, ഡാഷ്ഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബിലോ ദ സ്ക്രീൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രയോറിറ്റി അസൈൻ ചെയ്യാം. പ്രയോറിറ്റി അസൈൻ ചെയ്യുമ്പോൾ പ്രയോറിറ്റി എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എനിവേ വി വിൽ ജസ്റ്റ് മെൻഷൻ ഹിയർ ബ്രോമിൻ എന്നുള്ളത് 1 ആണ് പ്രയോറിറ്റി. അടുത്തത് ഇതൊരു കാർബൺ ആണ്, ഇതും കാർബൺ, മീഥൈലിലും കാർബൺ ആണ്, ഈഥൈലിലും കാർബൺ ആണ്. പക്ഷേ ഈഥൈലിലെ കാർബൺ ആണ് പ്രയോറിറ്റി കൂടുതൽ. സോ പ്രയോറിറ്റി 2 എന്ന് പറയുന്നത് ഈഥൈൽ, പിന്നെ വരുന്നു മീഥൈൽ, പിന്നെ വരുന്നു ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ ലീസ്റ്റ് പ്രയോറിറ്റി വരേണ്ടതാണ് ശരിക്കും ഈ ഡാഷ്ഡ് ബോണ്ടിൽ വരേണ്ടത്. അതായത് ഇവിടെ CH3 ഓക്കുപ്പൈ ചെയ്യേണ്ട സ്ഥലത്ത് ആണ് H വരേണ്ടത്. അങ്ങനെ വേണം നമ്മൾ മോളിക്യൂളിനെ വ്യൂ ചെയ്യാൻ. അങ്ങനെ വ്യൂ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രയോറിറ്റി അനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യണം. 1, 2, 3 അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിത് ക്ലോക്ക് വൈസ് എന്ന് കിട്ടും. ക്ലോക്ക് വൈസിന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 ആയിട്ടാണ് വരിക. പക്ഷേ ഇവിടെ നമ്മൾ വ്യൂ ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെ വെഡ്ജ്ഡ് ബോണ്ട് വെച്ചിട്ടാണ്. പക്ഷെ ഹൈഡ്രജൻ ശരിക്കും വരേണ്ടത് എവിടെയാണ്? ഡാഷ്ഡ് ബോണ്ടിൽ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഐസോമറിന്റെ ഓപ്പോസിറ്റ് ഐസോമർ എടുക്കുക. അതായത് 6ന്റെ ഓപ്പോസിറ്റ് എന്നുള്ള പറയുന്നത് എന്താണ്? S ആണ്. സോ നമ്മൾ 6 മാറ്റി S ആയിട്ട് എടുക്കും. അങ്ങനെയാണ് ഇത് S ഐസോമർ വരുന്നത്.
ഈ എസ് ഐസോമർ ആയിട്ടുള്ള ഈ സബ്സ്ട്രേറ്റ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. വാട്ടറിന് രണ്ട് വിധത്തിൽ അറ്റാക്ക് ചെയ്യാം, ത്രൂ പാത്ത് എ ആൻഡ് പാത്ത് ബി. ഇവിടുത്തെ റിയാക്ഷൻ മെക്കാനിസം ബോക്സിനകത്ത് കാണിച്ചിട്ടുണ്ട്. പാത്ത് എയിലൂടെയാണ് വാട്ടർ മോളിക്യൂൾ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്, ഇറ്റ് ഈസ് ഫ്രം ദ റിയർ സൈഡ് ഓഫ് ദ ബ്രോമിൻ. അതൊരു ബാക്ക് സൈഡ് അറ്റാക്കാണ്. അപ്പോൾ ബാക്ക് സൈഡ് അറ്റാക്ക് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഈ ആർ ഐസോമർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എന്നാൽ വാട്ടർ മോളിക്യൂൾ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് ത്രൂ പാത്ത് ബി. വീണ്ടും ബോക്സ് നോക്കുക, റിയാക്ഷൻ മെക്കാനിസത്തിൽ പാത്ത് ബിയിൽ, അതായത് ബ്രോമിൻ്റെ അതേ ഡയറക്ഷനിൽ വന്നാണ് വാട്ടർ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് എസ് ഐസോമർ. ഇതെങ്ങനെയാണ് ആറും എസും ആയത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കുക. ഓക്സിജന് 1, ഈഥൈൽ ഗ്രൂപ്പിന് 2, മീഥൈൽ ഗ്രൂപ്പിന് 3, ഹൈഡ്രജന് 4. ഇനി നമ്മൾ പ്രയോറിറ്റിയുടെ ഓർഡർ അനുസരിച്ച് വ്യൂ ചെയ്യുമ്പോൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടുന്നു, അതായത് എസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസിൽ വന്നാൽ എസ് ആണ്. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ ഈസ് ഓക്കുപ്പൈങ് ദ വെഡ്ജ്ഡ് ബോണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡാഷ്ഡ് ബോണ്ടിലാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ എസ് എടുക്കാതെ നമ്മൾ ആർ ഐസോമർ ആയിട്ട് വിചാരിക്കുന്നു. ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ദ ആർ ഐസോമർ. അതുപോലെ തന്നെ ഇവിടെയും വിചാരിക്കുക, ഓക്സിജന് പ്രയോറിറ്റി 1, ഇഥൈലിലെ കാർബൺ പ്രയോറിറ്റി 2, മിഥൈലിലെ കാർബൺ പ്രയോറിറ്റി 3, ആൻഡ് ഹൈഡ്രജൻ ഈസ് ഹാവിംഗ് എ 4. We are moving through a circular path, so it is R. We are moving in a clockwise direction, therefore it should be R. But hydrogen, the lowest priority group, is being on the wedged bond, opposite എടുക്കുന്നു, yes. ആക്ച്വലി ഹൈഡ്രജൻ ഈ ഡാഷ്ഡ് ബോണ്ടിലാണ് വരേണ്ടത്. അങ്ങനെ വെച്ച് വേണം നമ്മൾ മോളിക്യൂളിനെ വ്യൂ ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഒരു എളുപ്പമാർഗത്തിലാണ് ഇത് ചെയ്യുന്നത്. And therefore we will get yes. അതായത് path A will give a configuration with inversion, while path B gives a configuration with retention. ഇതാണ് ഈ എക്സാമ്പിളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Now we will summarize the stereochemistry of SN1 reactions. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടു, കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു, വി ആർ ഗെറ്റിംഗ് ആക്ച്വലി എ മിക്സ്ചർ വിത്ത് റിട്ടൻഷൻ ആൻഡ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മളൊരു എനാൻഷ്യോമെറിക്കലി പ്യുവർ കോമ്പൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വി ആർ ഗെറ്റിംഗ് എ റസമിക് മിക്സ്ചർ. അതായത് we can observe some degree of racemization in the case of SN1 reaction. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ്, സം ഡിഗ്രി ഓഫ് റെസമൈസേഷൻ. അത് റെസമൈസേഷൻ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ഐസോമർ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി. ചില കണ്ടീഷൻസ് അനുസരിച്ച് അങ്ങനെ വരാം. 2 ഐസോമർ പോസിബിൾ ആണെങ്കിൽ ഒരു ഐസോമർ എക്സസ് ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള റിയാക്ഷനെ, ഒരു സ്റ്റീരിയോ ഐസോമർ എക്സസ് ആയിട്ട് വരുന്നു, അങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻസ്. ഇത് നമ്മൾ പെരിസൈക്ലിക് റിയാക്ഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. A stereo selective reaction എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമിലർ ടു റസമൈസേഷൻ. റസമൈസേഷൻ തന്നെയാണ് സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ബട്ട് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എൻ അൺഈക്വൽ മിക്സ്ചർ. അൺഈക്വൽ മിക്സ്ചർ ആണെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ എന്ത് പറയും? അൺഈക്വൽ സ്റ്റീരിയോ കെമിക്കൽ പ്രോഡക്ട്സ് ആണെങ്കിൽ നമ്മൾ റസമൈസേഷൻ എന്നല്ല പറയുക, മറിച്ച് സ്റ്റീരിയോ സെലക്ടിവിറ്റി എന്നാണ് പറയുക. റെസമൈസേഷൻ എന്ന് പറഞ്ഞാൽ 1:1, 50-50 ഉണ്ടാകുന്നതിനാണ് നമ്മൾ റെസമൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ്, സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ദ SN1 റിയാക്ഷൻ, ഇറ്റ് ഓൾവേസ് ഗീവ്സ് റെസമൈസേഷൻ ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ അറ്റ് ദ മോസ്റ്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റീരിയോ സെലക്റ്റീവ് ഇൻ നേച്ചർ. താങ്ക് യു.